ഇന്ന് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിലെ പോലീസ് സ്റ്റേഷന് ചുറ്റും മിസ്റ്റീരിയസ് ആയിട്ടുള്ള മോൺസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷൻ ഫുള്ള് വളഞ്ഞടാവുമാര്. അങ്ങനെ നമ്മുടെ മിസ്റ്റർ വീക്കർ ആദ്യം പറഞ്ഞ അവൻ നടന്ന് നമ്മുടെ റോഡൊക്കെ പൊളിച്ച് വാസുകൊണ്ടൊരു പോലെ വർണ്ണടാവാൻ. അങ്ങനെ നമ്മുടെ സിറ്റി ഫുൾ എയിറ്റ് ചെയ്തുകൊണ്ട് അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ വന്ന് തിരിഞ്ഞതാ നോക്കി നമ്മുടെ സിറ്റി ഫുള്ള് പ്രശ്നമാണല്ലോ. ഇന്ന് എങ്ങനെയെങ്കിലും നമ്മുടെ ഈ സിറ്റിയെ രക്ഷിച്ചേ പറ്റി. ഫുൾ മോൺസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഈ സിറ്റിയെ രക്ഷിച്ചേ പറ്റൂ. അങ്ങനെ നമ്മുടെ ഡ്രോൺ വ്യൂവിലൂടെ നമ്മൾ അടുത്ത മോൺസ്റ്ററിനെ കണ്ടിരിക്കുകയാണ്. അവന് ഇതേപോലെ തന്നെ റോഡൊക്കെ പൊളിക്കല്ല. ഇത് എന്ത് ചെയ്യാൻ യവന്മാരൊക്കെ അടുത്തോട്ട് വന്നോണ്ടിരിക്കണം. അങ്ങനെ വന്നതാ പഞ്ച് ചെയ്യണം. അടുത്ത് ഇതാ നമ്മുടെ സിറ്റി വലിയ ഫൈറ്റ് നടക്കണതാണ്. ഈ ഹൽക്ക് നമ്മുടെ സൈറൻ ഹെഡ് ഫ്രാങ്ക്ലിനും കൂടെ ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് ഹൽക്ക് അവനെ പിടിച്ച് തൂക്കി എടുത്ത് നമ്മുടെ പോർട്ടലിനകത്ത് ഇട്ടടാ. അങ്ങനെ ഒരു ദിവസം നമ്മൾ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ നമ്മളെ വീടിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്നത്തെ ദിവസം. കാരണം ഇന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാം. കാരണം പോലീസുകാർ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ചിരിക്കാൻ. വലിയൊരു പ്രശ്നം നമ്മളെ സിറ്റിയെ ഫേസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് നമ്മളെ വണ്ടി എടുക്കാം. അങ്ങനെ വണ്ടി എടുത്ത് തിരിച്ച് നമ്മളെ വണ്ടിക്ക് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാറുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യണം. അതിന് മുമ്പാണ് ഈ പോലീസുകാർ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്താൻ പോവാണ്. അങ്ങനെ വീട്ടിൻ്റെ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനെ വളരെ സിമ്പിളായിട്ട് നമുക്കിതാ വണ്ടി എടുത്ത് കയറ്റാം. അങ്ങനെ നമ്മളത് അവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാരനൊക്കെ കേട്ട് എത്താണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനകത്ത് കയറിയിരിക്കുകയാണ്. ഫ്രാങ്ക്ലിൻ എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷിക്കണം. നമ്മുടെ സിറ്റി ഫുള്ള് ബോംബാണ്. നമ്മളെ ഒന്നും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ എല്ലാ വെഹിക്കിൾസും അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടുത്തൊരു ഡ്യൂട്ടി തന്നിരിക്കുകയാണ് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന വണ്ടികളെല്ലാം എടുത്ത് അവർക്ക് രക്ഷിച്ച് നമ്മുടെ ബോംബിൽ നിന്ന് നമ്മുടെ സിറ്റിയെ രക്ഷിക്കണം. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് പൊട്ടിച്ച് ചെതറിക്കാവുമാരി. ആരൊക്കെയാണ് ഇതൊക്കെ ചെയ്തത്? അങ്ങനെ നമ്മളെ വണ്ടി എടുത്തോട്ട് ആദ്യത്തെ സ്പോട്ടിലോട്ട് പോയാണ്. അവർ എയർപോർട്ടിൻ്റെ അടുത്താണ് അവർ സിഗ്നൽ കാണിക്കുന്നത്. അവർ അതിൻ്റെ മുകളിലേക്കാണ് ഒരു വണ്ടിയെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തതെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ച് എയർപോർട്ടിലോട്ട് തന്നെ വിട്ടിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്ത് ഇന്ന് സിറ്റിയെ പെട്ടെന്ന് തന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഇന്ന് വലിയൊരു ബോംബ് തന്നെ പൊട്ടും. അതുകൊണ്ട് നമ്മൾ ആ വണ്ടി എടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്താറായി. വണ്ടി എടുത്ത് തിരിച്ച് എന്ത് സ്കിൽസാണ് നോക്കണം. ഇന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചില്ലെങ്കിൽ ആ സ്കില്ലെല്ലാം കൂടെ അവന്മാർ തകർത്ത് വിടും സിറ്റി ഫുള്ളായിട്ട്. അതുകൊണ്ട് നമ്മളത് അവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തെത്തി. അങ്ങനെ വണ്ടി എടുത്ത് കയറിയിട്ടുണ്ട്. നമ്മളിത് ഇതെങ്ങനെയെങ്കിലും നമ്മുടെ സിറ്റിയുടെ മുകളിലാണ് അവന്മാർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്ത് വരെ എത്തി. അങ്ങനെ നമ്മുടെ ജെറ്റ് പാക്കൊക്കെ എടുത്താലേ നമുക്ക് മുകളിലോട്ട് കയറി അതിന് ജെറ്റ് പാക്കൊക്കെ ഓണാക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പറന്നു പോയി. ഇനി നമ്മുടെ വണ്ടികളെല്ലാം കണ്ടുപിടിക്കണം. പോലീസുകാർക്ക് എടുത്ത് തിരിച്ചു കൊടുത്താലേ ബാക്കിയുള്ള ക്രൈംസ് സിറ്റിയിൽ നടക്കാതെ രക്ഷിക്കാൻ പറ്റും. ബോംബ് നമുക്ക് ഡിഫ്യൂസ് ചെയ്യാം. നമ്മളെ ഞാനിപ്പോൾ ആ ബോംബിനെ വേറൊരു സ്ഥലത്തോട്ട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ വണ്ടി കണ്ടുപിടിച്ചടാ. ഇത് മിസ്റ്റർ മീറ്റാണ് കൊണ്ടുവച്ച. അവൻ വന്നപ്പോഴേ എനിക്ക് തോന്നി ഈ വണ്ടി ഇങ്ങോട്ടേ അവൻ മോളിൽ കയറുമെന്ന്. അങ്ങനെ വലിയ മോൺസ്റ്ററാണെന്ന് കാണിക്കാൻ വേണ്ടി അവൻ കാറ് കൊണ്ട് വലിയ ബിൽഡിങ്ങിൻ്റെ മോളിൽ കൊണ്ട് വെച്ചിട്ട് പോയടാ. നമുക്ക് വലിയൊരു പണിയാണ് അവൻ തന്നത്. അങ്ങനെ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലെ ലൊക്കേഷൻ നോക്കി നമ്മുടെ പോലീസുകാർ ഇവിടെ എത്തിച്ചേ പറ്റും. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ അടുത്ത വെഹിക്കിൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നമ്മൾ കയറാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് ജെറ്റ് പാക്ക് ഉള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കയറാൻ പറ്റിയെന്ന് പറഞ്ഞില്ല ഇതിൻ്റെ സ്റ്റക്കായി. നമ്മളത് അങ്ങനെ മുകളിലോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണ് എവിടെയാണ് അടുത്ത സ്ഥലത്ത് അവർ ഒളിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫയർ ട്രക്കിനെ കണ്ടു. അങ്ങനെ ഈ ഫയർ ട്രക്ക് ആരാണ് അങ്ങോട്ട് വെച്ചത്? ഏതോ നമ്മുടെ TNT ഷിൻചാനാണ് അങ്ങോട്ട് വെച്ചത് അത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതും കണ്ടുപിടിച്ചിട്ട് ഇതാ അടുത്ത സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 വണ്ടികളാണ് അവർ മിസ്സാക്കിയത്. 3 അർജൻറ്റായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കി ലോക്ക് ചെയ്ത് കളഞ്ഞു അവന്മാർ. ഈ സിറ്റിയെ ഫുള്ള് ബ്ലാസ്റ്റ് ചെയ്യാനാണ് അവന്മാർ പരിപാടി. നമ്മളത് സമ്മതിച്ച് കൊടുക്കരുത്. അങ്ങനെ നമ്മളത് അടുത്ത ബിൽഡിങ്ങിനെ നോക്കി പോവുകയാണ്. നമ്മൾ അടുത്തൊരു വണ്ടിയും കൂടെ കണ്ടുപിടിച്ചാലേ പറ്റൂ. അങ്ങനെ നമ്മളത് ആ മുകളിലോട്ട് കയറാൻ നേരത്തെ ജാമായി. അയ്യോ അതാ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജെറ്റ് പാക്കിൻ്റെ ഒരു വിഷയം ഇതാണ്. നമ്മൾ നേരെ ഓട്ടിക്കാൻ കൂടെ പഠിച്ചില്ലെങ്കിൽ ഇത് താഴെ കിടക്കും. അങ്ങനെ നമ്മളത് ആ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ഇച്ചിരി ടാസ്ക്കാണ്. നമ്മൾ അതുകൊണ്ടാണ് പതുക്കെ ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ജെറ്റ് പാക്ക് എടുത്ത് ബാക്കിലോട്ട് കയറി. അങ്ങനെ നമ്മൾ വീണ്ടും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പെട്ടെന്നെങ്കിലും നമുക്ക് ഈ സിറ്റിയെ രക്ഷിച്ചേ പറ്റി. ഇവിടെ നിന്നാണ് അടുത്താണ് നമ്മുടെ ബോംബ് വെച്ചിരിക്കുന്ന സ്ഥലം. അങ്ങനെ നമ്മളത് വണ്ടി എടുത്ത് വീണ്ടും ഇത് ഇച്ചിരി പാടാണല്ലോ. എത്ര സമയം എടുക്കുന്നത്? ഇത് മുകളിലോട്ട് കയറണം. അങ്ങനെ നമ്മൾ മുകളിലോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ അടുത്ത വണ്ടി കണ്ടുപിടിക്കാൻ സമയമായി. അങ്ങനെ നമ്മൾ അടുത്ത വണ്ടി കണ്ടുപിടിച്ച് അങ്ങനെ അതിനെ കൂടെ കൊണ്ടുവച്ച് ആരും നോക്കടാ.
ഹൾക്കടാ റെഡ് കൽക്ക് നമ്മൾ ദേഷ്യത്തിൽ ഇതാ സിറ്റിയുടെ നടുക്കിരുന്ന പോലീസ് വണ്ടിയെ കൊണ്ട് ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉപയോഗിക്കണം. അവൻ അങ്ങനെ പോയി, നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ഇറക്കട്ടെ, അവനത് പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലം കണ്ടുപിടിക്കാൻ പോയാൽ ഉള്ള സ്ഥലത്ത് പോയി അത് ഡിഫ്യൂസ് ചെയ്യേണ്ട സമയമായി. അങ്ങനെ നമ്മൾ ഇനിയാണ് വലിയൊരു ടാസ്ക് ചെയ്യാൻ പോകുന്നത്. ഇനി എങ്ങനെയെങ്കിലും നമ്മൾ പെട്ടെന്ന് മൂവ് ചെയ്തില്ലെങ്കിൽ സിറ്റി ബ്ലാസ്റ്റ് ആവും. അതുകൊണ്ട് നമ്മളത് അടുത്തത് ഈ ഒബ്സ്റ്റക്കിൾസൊക്കെ ഫേസ് ചെയ്ത് നമുക്ക് അവിടെ പോയി ബോംബ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മൾ പോലീസുകാരെ വിളിച്ച് കറക്റ്റ് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ എല്ലാം സിറ്റിയെ തകർക്കാൻ നോക്കണതാണ് ഞാൻ ഉള്ളപ്പോഴാണ്. അങ്ങനെ ഫ്രാങ്ക്ലിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ബിൽഡിങ്ങിൻ്റെ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുന്നില്ല, ഇതെത്തും. അങ്ങനെ നമ്മളിതാ ഓടി 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 പാടുപെടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സിറ്റിയെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടാണ് പോലീസിനെ കാട്ടി. പോലീസിനെ അവർ ട്രാപ്പ് ചെയ്ത് അതുകൊണ്ടാണ്. അങ്ങനെ നമ്മളിതാ മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. അത് പറ്റിയില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ ജെറ്റ് പാക്ക് എടുത്തു. കാരണം നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബോംബ് പൊട്ടും. അതുകൊണ്ട് നമ്മൾ താഴെ വീഴാൻ നോക്കുന്ന സമയം കൊണ്ട് നമുക്ക് ജെറ്റ് പാക്ക് എടുത്ത് പറന്ന് അവിടെ എത്താം. എന്തൊക്കെ പറഞ്ഞാലും വളരെ സ്പീഡിൽ നമ്മൾ ഈ ജോലി ചെയ്തില്ലെങ്കിൽ നമ്മളിതാ നമ്മുടെ സിറ്റിയെ വളരെ വലിയൊരു പ്രശ്നത്തിലോട്ട് തള്ളിയിടും പോലെയാണ്. അങ്ങനെ നമ്മൾ മുകളിൽ കണ്ടിരിക്കുകയാണ്, ഏറ്റവും മുകളിലാണ് അവന്മാർ കൊണ്ട് വെച്ചത്. അങ്ങനെ നമ്മുടെ ജെറ്റ് പാക്ക് വളരെ പവർഫുള്ളായിട്ടൊരു സാധനം ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലടാ. അങ്ങനെ നമ്മളത് കണ്ടെയ്നറിൻ്റെ മുകളിലെത്തി. അങ്ങനെ അവിടെയാണ് ബോംബ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ബോംബിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോംബ് കണ്ടുപിടിക്കുന്ന സ്ഥലത്ത് എത്തി. ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ സമയമായി. അങ്ങനെ അത് എണ്ണി തുടങ്ങിയാണ്. എല്ലാം കൂടെ പൊട്ടിത്തെറിക്ക് മുമ്പ് നമ്മൾ എങ്ങനെയെങ്കിലും ഓഫ് ചെയ്യണം. അങ്ങനെ നമ്മൾ ബോംബ് സെർച്ച് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും കാണാൻ പറ്റുന്നില്ല, എവിടെയാണ് ഇത് വെച്ചിരിക്കണം അമ്മായി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് ബാക്കിലോട്ട് ഓടി നോക്കിയാണ് ഇത് സേഫ് സ്ഥലമാണോ നോക്കണം. ഇവിടെ ഇരുന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാലും ഒരു വിഷയമില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ഗ്രാൻഡ് പ ഇത് എവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇത് എവിടെ കൊണ്ട് വെച്ചത്. അങ്ങനെ ഇങ്ങനെ വീണ്ടും വലിയ പ്രശ്നമാണല്ലോ ഈ സിറ്റിക്ക് ഉണ്ടാക്കി എടുക്കാൻ പോകണം. അങ്ങനെ നമ്മളിതാ ഓടിയിരിക്കുകയാണ്, ഓടി നോക്കുകയാണ്. ബോംബ് ഇപ്പോൾ പൊട്ടുമല്ല, കണ്ടുപിടിച്ചിട്ടാ നമ്മൾ അതിൻ്റെ ഒരു വയർ കട്ട് ചെയ്ത് ഡിഫ്യൂസ് ചെയ്യാൻ നോക്കി. എനിക്ക് പക്ഷേ അതൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ചാടാൻ പോയാണ്. ഈ ബോംബ് ഇവിടെ നിന്ന് പൊട്ടിയാലും വലിയ വിഷയമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ചാടാൻ പോകണേ. ചാടിയാ തലയിടിച്ചടാ, രക്തം തെറിച്ചടാ, താഴോട്ട് പൊട്ടിക്കൊണ്ടിരിക്കണ. ബോംബ് പൊട്ടിയടാ, ബോംബ് പൊട്ടി തെറിച്ച് നമ്മളതാ താഴെ വീണ്. അങ്ങനെ നമ്മുടെ റെഡ് ഹൾക്കും മിസ്റ്റർ മീറ്റ് ഇതിന് ശേഷം വലിയ ഫൈറ്റ് നടക്കുകയാണ്. കാരണം ഈ ബോംബ് പ്ലേസ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് അവർ തമ്മിൽ അടിയായി. അത് നന്നായി, ഇവന്മാരല്ലേടാ നമ്മളെ സിറ്റി തടയ്ക്കാൻ നോക്കി. അങ്ങനെ അവന്മാർ മൂന്നും കൂടെ ഷിൻചാനും കൂടെ ചേർന്ന് എല്ലാത്തിനും കൂടെ ചേർന്ന് അടിയുണ്ടായടാ. അങ്ങനെ എല്ലാം കൂടെ ചേർന്നതാ പൊട്ടിത്തെറിക്കടാ, എല്ലാത്തിനെയും കൊന്നു. അങ്ങനെ ഇന്ന് നമ്മുടെ സിറ്റിക്ക് ഒരു വലിയ പ്രശ്നം വന്ന് നമ്മളെല്ലാം സോൾവ് ചെയ്ത് നമ്മുടെ സിറ്റിയെ പണ്ടത്തെ പോലെ ആക്കി. നമ്മുടെ വീണ്ടും പോലീസിനെ പോയി കണ്ട് എല്ലാ നമ്മുടെ വെഹിക്കിൾസും കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ വലിയ അഭിമാനത്തോടെ ഇറങ്ങി വരുന്ന മൊമെൻ്റാണ്. അങ്ങനെ നമ്മുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ 2 ഡ്രോൺ ബീച്ചിൻ്റെ സൈഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.